കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതൊരു കമ്പിപ്പടം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മാതിരിയുള്ള അമ്മാതിരി ഒരു സിനിമയാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കാം തിയേറ്ററിൽ ഒരു 10 പേരൊക്കെ ഉണ്ടായതുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്താണ് നമുക്ക് സ്ഥിരബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. കാരണം നല്ല ക്ഷമയുള്ളവർക്ക് മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മഞ്ജു വാര്യർ ഊമയായിട്ട് അഭിനയിച്ച് തകർത്തു. അപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തതിനും അതിന് കാണണം. ഇനി അത് കാണാൻ വേണ്ടിയിട്ട് വന്നാൽ നമുക്ക് ഫുൾ നഷ്ടമായിരിക്കും. ആ കുറച്ച് സിനിമ ഒഴിച്ച് ബാക്കി അത്രയും മണിക്കൂർ നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റത്തില്ല. മികച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എഡിറ്റിങ്, സൗണ്ട് മിക്സിങ്, പിന്നെ ക്യാമറ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൊരു നിങ്ങളുടെ കയ്യിൽ ക്യാമറ, ഇത് ഫോണിലെ ക്യാമറ ഇരിക്കുന്നില്ലേ, അതിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന മാതിരിയാണ് സിനിമ ഫുള്ളും. എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഹാഫ് ഫുള്ളും നായകൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ക്യാമറ, മൊബൈൽ ക്യാമറയിൽ കൂടെ കാണുന്ന കാഴ്ചകളും, മറ്റേത് സെക്കൻഡ് ഹാഫ് നായികയുടെ മൊബൈൽ ക്യാമറയിൽ കൂടെ കാണുന്ന കാഴ്ചയായിട്ട് ഒരു വെറൈറ്റിയാണ്. മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഒരു പിക്ചറൈസേഷനാണ്. തീർച്ചയായിട്ടും അതിൽ ഇതായിട്ട് പറയാം. പ്രത്യേകിച്ച് ഈ സിനിമയുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ എഡിറ്ററാണ്. പുള്ളി ഒരുപാട് നല്ല സിനിമകളുടെ എഡിറ്റ് ചെയ്തതാണ്. ആ എഡിറ്റിംഗ് മികവുണ്ട്, സൗണ്ട് മിക്സിങ് മികവ്, പിന്നെ ക്യാമറ ആ രീതിയിൽ ശരിക്കും നമ്മൾ നമ്മുടെ ഫോൺ ക്യാമറയിൽ നിന്ന് എടുത്ത മാതിരി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മഞ്ജു വാര്യർ ചില സീനുകൾ വരുന്നുണ്ട്. അവരുടെ ആ കഥാപാത്രം ഒരു ദുരൂഹത നിറഞ്ഞൊരു കഥാപാത്രമാണ്. അവർക്ക് ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത സിനിമയാണ്. ഫുള്ളും വിശാഖിൻ്റെയും ഗായത്രിയുടെയും. അവർ 2 പിള്ളേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് അവരുടെ അഭിനയം നമുക്ക് ഒരു ബോറടി ആയിട്ടൊന്നും തോന്നത്തില്ല. അത്ര നന്നായിട്ട് അവർ 2 പേര് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഇത് തന്നെയാണ് എടുത്ത് പറയേണ്ട. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാം. പിന്നെ ഒരു മലയാളത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ല രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ ക്യാമറ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമയെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിലെ ഏറ്റവും മികച്ച സംഭവം. അല്ലാതെ സഹിച്ചിരിക്കുക ഭയങ്കര പ്രയാസമാണ്. കാരണം ആകെ 2 കഥാപാത്രങ്ങളാണ് ഈ സിനിമ ഫുള്ളും. വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് ബോറടിക്കും. കാരണം അതുകൊണ്ടായിരിക്കാം ഗൂസ് ബംസ് ആണ് എപ്പോഴും. എന്ന് വെച്ചാൽ മിസ്റ്ററിയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത കുറേ 2 കപ്പിൾസും കൂടെ കാണിക്കുന്ന കുറേ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഇല്ല. അങ്ങനെയൊന്നുമില്ല. എന്താണ് ഇഷ്ടപ്പെട്ടത്? സ്റ്റോറി ലൈനും അങ്ങനത്തെ ഈ പടമൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനത്തെ പടമൊന്നും വേറെ കണ്ടിട്ടില്ല. ഞാൻ പോട്ട് കുഴപ്പമില്ല, കണ്ടിരിക്കാം.